ഇന്നത്തെ ഒരു ചിന്ത ഒരു ഫ്രേസിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കാം. അവൾ പാവമാണിട, അല്ലെങ്കിൽ അവൻ പാവാട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ആ സെൻറ്റൻസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാവില്ലേ? നമ്മളെക്കുറിച്ച് ഒരാൾ മറ്റൊരാളുടെ അടുത്ത് പറയാണ്, അവൾ പാവാണ് കേട്ടോ. അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് നമ്മൾ പറയണ കേൾക്കാണ്, അവൻ പാവാണ് കേട്ടോ. ഫസ്റ്റൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ആദ്യം ആദ്യം നമ്മൾ ആ ഒരു ഇമോഷണൽ ട്രാപ്പിൽ വീണു പോകും. എനിക്കതിനെ ഇമോഷണൽ ട്രാപ്പ് എന്ന് വിളിക്കാനാണ് തോന്നുന്നത് കേട്ടോ. കാരണം അത് മറ്റേ ആൾക്ക് നമ്മളുടെ മേലിൽ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു ചെറിയ കുറുക്ക് വഴിയാണ്. ബിക്കോസ് വി വിൽ നോട്ട് റെസ്പോണ്ട്. നമ്മൾ പാവമാണെന്ന് അയാൾ തന്നെ സ്ഥാപിക്കണ്. സോ വി ആർ നോട്ട് റെസ്പോണ്ടിങ്. നമ്മൾ എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ കണ്ണിൽ പാവമായി തോന്നിയത്? ഇത് മിക്കതും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. അവർ അധികം പ്രതികരിക്കില്ല. അവരുടെ പ്രതികരണം മുഴുവൻ ഈ ചിന്തകളിലായിരിക്കും. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും, നമ്മളിങ്ങനെ പ്രതികരിച്ചാൽ അയാളുടെ മനസ്സിൽ നമ്മളെപ്പറ്റി എന്തൊക്കെ തോന്നാം, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തോന്നിയിട്ട് മറ്റൊരാളുടെ അടുത്ത് നമ്മളെപ്പറ്റി തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചാലോ, ഇങ്ങനെ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഗ്രാഫ് കുത്തനെ താഴ്ന്നു പോലി നമ്മളിപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ആള് ആ ഒരു വ്യക്തി ആണോ പെണ്ണോ ആയിക്കോട്ടെ പ്രതികരിക്കാതെ ഇരിക്കുന്നതായിരിക്കാം. അത് മുതലെടുത്ത് മറ്റൊരാൾ പറയും, അവൻ പാവാട്ടോ, അവള് പാവാട്ടോ, അങ്ങനെ പ്രതികരിക്കൊന്നുമില്ല. അവളുടെ പ്രതികരണം അല്ലെങ്കിൽ അവൻ്റെ പ്രതികരണം കരച്ചില് മാത്രമാവുന്നു. മിക്കതും സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർ ചെറിയൊരു സിറ്റുവേഷൻ വരുമ്പോൾ കരയുമല്ലേ, കരഞ്ഞ് അത് തീർക്കും. പക്ഷെ കൂടുതൽ സെൻസിറ്റീവായിട്ട് അവർക്ക് താങ്ങാൻ പറ്റാണ്ട് വരുമ്പോൾ അവർ പലതരത്തിലായിരിക്കും ഇമോഷൻസ് പ്രകടിപ്പിക്കുക. എന്ത് ചെയ്യാം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ? നമ്മളെ ട്രാപ്പ് ചെയ്യണ ഈ ഇത്തരം വേർഡ്സിനെ, ഇത്തരം ട്രാപ്പുകളെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പാവമായിരിക്കേണ്ട സ്ഥലത്ത് പാവമായിരിക്കണം. എന്നാൽ പാവമാണെന്ന് ഒരാൾ പറഞ്ഞ് സ്ഥാപിക്കുകയാണെന്ന് വിചാരിച്ചോ, സോ സംതിങ് ഷീ ഓർ ഹീ വാണ്ട് ടു ടേക്ക് ഔട്ട് ഫ്രം യു. മേ ബി യുവർ കറേജ്, നിങ്ങളുടെ ധൈര്യമായിരിക്കാം, നിങ്ങളുടെ സമയമായിരിക്കാം, നിങ്ങളുടെ പണമായിരിക്കാം. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം നമുക്ക് ഒട്ടും അറിയില്ല. അപ്പം അത്തരം ട്രാപ്പുകളിൽ വീഴാണ്ടിരിക്കുക. പാവമായിക്കൊണ്ട് നമ്മൾ സർവ്വതും സഹിച്ച് നമ്മളുടെ മനസ്സമാധാനവും നമ്മൾ പണമോ എന്തൊക്കെയാണ് നമ്മൾ പണയം വെക്കേണ്ടത് എന്നറിയില്ല അല്ലേ? അത്തരം ട്രാപ്പുകളിൽ പെടാതിരിക്കുക. അതിനെന്ത് ചെയ്യാൻ പറ്റും? സെൻസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ വരും. ചിലപ്പോൾ നമ്മൾ മുൻപേ അനുഭവിച്ച ട്രോമയുടെയോ ഡിപ്രഷൻ്റെയോ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ടൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വിഷമം തോന്നുമ്പോൾ, ഇത്തരം ഇങ്ങനെയുള്ള ഒരു കെണികളിൽ പെടുമ്പോൾ, ആൾക്കാരുടെ ഇത്തരം വേർഡ്സിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ നമുക്ക് കരയാൻ തോന്നും, വിഷമിക്കാൻ തോന്നും. അപ്പം ഒരു 30 സെക്കൻഡ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, മനസ്സിനെ കാമാക്കാം. ഇയാൾ നമ്മളെ ഈ ഒരു ഫ്രേസ് കൊണ്ട് പെടുത്താൻ പോവുകയാണെന്ന് മനസ്സിലാക്കുക. പ്രതികരിക്കേണ്ട സ്ഥലമാണെങ്കിൽ പ്രതികരിക്കുക. പീസ് ഓഫ് മൈൻഡാണ് വേണ്ടതെങ്കിൽ അത് ചൂസ് ചെയ്യാം. എങ്ങനെ പീസ് ഓഫ് മൈൻഡ് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മൾക്ക് ഒരു വ്യക്തിനെ പറ്റി മുൻപേ അറിയാമെങ്കിൽ, അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറും എന്നറിയാമെങ്കിൽ, വീണ്ടും വീണ്ടും അതേ കെണികളിൽ നമ്മൾ പെടാണ്ടിരിക്കുക. അത്തരം ആളുകളുടെ വാക്കുകൾ ഒരുപക്ഷെ നമ്മളെ വിഷമിപ്പിക്കുമെങ്കിൽ, അത്തരം സന്ദർഭങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം മൗനമായിരുന്ന് ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് സിറ്റുവേഷനിൽ നിന്ന് ചിലപ്പോഴൊക്കെ രക്ഷപ്പെടാൻ പറ്റും അല്ലേ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഇങ്ങനെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും അടുത്ത് പാവമാണെന്നുള്ള സെൻറ്റൻസ് കേട്ടിട്ട് എന്തെങ്കിലും അവർ നമ്മളെ കെണിയിൽ പെടുത്താൻ പോവാണെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് വളരെ പാവം ആണെന്നുള്ളൊരു ഇമേജ് മുൻപേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് ചില സമയത്തൊക്കെ ചില സന്ദർഭങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാണ്ടായിട്ടുണ്ട്. നമുക്ക് പറയണം തോന്നും, ഞാൻ അത്ര പാവമൊന്നും അല്ല കേട്ടാന്ന്. ബട്ട് ഓൾറെഡി ദ അതർ പേഴ്സൺ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഐ എം വെരി ഇന്നസെൻറ്റ് ആൻഡ് സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ ആൻഡ് ഐ വിൽ നെവർ റിപ്ലൈ ഓർ റെസിപ്രൊക്കേറ്റ്. എനിക്ക് എൻ്റെ എക്സ്പ്രഷൻസോ എൻ്റെ ഫീലിങ്സോ എവിടെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരു അടിച്ചു താഴ്ത്തപ്പെടാൻ വേണ്ടി തന്നെയാണ് അവർ
പാവമാണെന്നുള്ള സെൻറ്റൻസ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫ്രേസിനെ പറ്റി എന്ത് തോന്നുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ തോട്ടുകളും എൻ്റെ കവിതകളും എൻ്റെ കഥകളും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജിത. താങ്ക് യു.